വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവമായിരിക്കും പഴം പുഴുങ്ങിയത്. പക്ഷേ പലരും പല രീതിയിലായിരിക്കും ഇതൊന്ന് നമ്മുടെ പഴം പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ശർക്കരയിൽ പുഴുങ്ങിയെടുത്ത പഴമാണ് കാണിക്കാൻ പോകുന്നത്. ഓണമൊക്കെ വരാറായി. അപ്പോൾ ഓണത്തിൻ്റെ അവസരത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ് ഈ ഒരു പഴം പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം പാകത്തിൽ പഴുപ്പായിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊലിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതിന് മീതെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ 2 അറ്റവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് എന്തോരം വലിപ്പത്തിലുള്ള പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു പഴത്തിൽ നിന്ന് 3 പീസ് വീതം 6 കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 6 പഴത്തിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 അച്ച് ശർക്കരയും 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് വിസിലിട്ടിട്ട് ഒരു 20 മിനിറ്റോളം ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ശർക്കര നീരൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര നീരിൽ കിടന്ന് നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ ശർക്കര നീര് പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് അതിങ്ങനെ വറ്റിച്ച് ചാറൊന്ന് കട്ടിയാവുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം പുഴുങ്ങിയതെന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് വെറുതെ കഴിക്കാനായാലും അല്ലെങ്കിൽ പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ശർക്കര നീരൊക്കെ ഒന്ന് ഒഴിച്ച് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ അടിപൊളി, പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് ഈ ഒരു പഴം പുഴുങ്ങിയതിന് കേട്ടോ. അപ്പോൾ ശർക്കര ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒത്തിരി നല്ലതാണിത്. പഴവും ശർക്കരയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.